ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ കാണുന്ന പഴം സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. ഇനിയാണ് നമ്മൾ പണിയിലോട്ട് പോകുന്നത്. കാരണം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. അതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് അടുപ്പിച്ചിട്ടാണ്. അത്യാവശ്യം വെയിലുണ്ടായതുകൊണ്ട് നല്ല ഇടങ്ങാറുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു കമ്പി ഈ രൂപത്തിൽ വെൽഡിങ് അവിടെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അവരെ കൊണ്ട് ഇതേപോലെ വെൽഡ് ചെയ്യിച്ച് എന്നിട്ട് നമ്മൾ കല്ല് അതിൻ്റെ മേലെ വെച്ചു. അത് സിമെൻറ്റിൽ വെച്ചിട്ട് കല്ല് സാധാ സിമെൻറ്റ് കട്ടയാണ് വെക്കുന്നുണ്ട്. സിമെൻറ്റ് കട്ട വെച്ചിട്ട് ഈ 3 കട്ട ഇങ്ങനെ വെച്ച് പിന്നെ അതിൻ്റെ മേലെ ഒരു വരി കൂടി വെക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ മേലെ വെച്ചിട്ട് ഇതാ ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നല്ല പാക്ക് ചെയ്യാണ്. അടച്ച് നല്ല കറക്റ്റായിട്ട് അടയ്ക്കും. കാരണം നല്ല അടവ് വെച്ചെല്ലാം ഞാൻ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനാണ്. നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ്. 5 4 ാണ് തേപ്പ് തുടങ്ങുന്നുണ്ട്. പഴക്കാൻ 5 വെച്ച് കയറും. അങ്ങനെ നമ്മൾ ഏകദേശം ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അടിച്ചിട്ട് അന്ന് നമ്മൾ ഫുള്ള് അടിച്ചിട്ട് കണ്ട് പഴത്തിൻ്റെ ഏകദേശം ഒരു ഷേപ്പിലേക്കിട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോലത്തിലാക്കി പഴം മുറിച്ച രീതിയിലുള്ളൊരു കോലത്തിലാണ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് അടിച്ചിടണം. അടിച്ച് തന്നെയാണ് ഫിനിഷ് വർക്ക്. ഇന്നാണ് ഫിനിഷ് വർക്ക്. ഒരു സാധാ അത് പിടിപ്പിച്ചിട്ടിട്ട് പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മറ്റുള്ള പണികളുണ്ടായിരുന്നത് അത് പോയി ചെയ്ത് ഇന്നാണ് നമ്മൾ ഫിനിഷ് ആക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലമാണിത്. അപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ള വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റല്ല ഷേപ്പാക്കി വീട്ടി പഴത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കണം. അതാണ് ഇന്നത്തെ പ്രധാന പണി. അപ്പോൾ സ്ട്രോങ് ഉമ്മായതുകൊണ്ട് അടിച്ചിട്ടുള്ള ടൈറ്റും വെച്ച് കൊണ്ടാണ് പരിപാടി ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം വെട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പഴം വെട്ടിയ കോലത്തിലാണ് ആക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം റൗണ്ട് കറക്റ്റായി. പിന്നെ നമ്മൾ പെയിൻറ്റ് ഫുള്ളാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അന്ന് മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് അന്ന് തന്നെ മഴ ചെയ്തു. അങ്ങനെ പെയിൻ്റൊക്കെ കുറേ മങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ അതിനെ ഷെയ്ഡ് കൊടുക്കുകയാണ്. അതായത് പഴത്തിൻ്റെ കളറിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ കാലി മഞ്ഞ അടിച്ചിട്ട് നിർത്തിയതിന്. പിന്നെ പഴത്തിന് ശരിക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ കാപ്പി മിക്സ് ചെയ്ത് കണ്ട് അടിക്കണം. നല്ല നമ്മൾ മഞ്ഞപ്പഴത്തിനുള്ള ഓരോ സൈഡിൽ ഒരു കളർ വരുന്ന കാപ്പ് ആ കളറാക്കണമെന്ന്. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ പഴത്തിൻ്റെ വക്കുണ്ടാവും. വക്കിനൊക്കെ നമ്മൾ ഈ കളർ കുറച്ച് കൂടുതൽ കൊടുക്കും. അപ്പോഴാണ് നമ്മളെ പഴത്തിൻ്റെ കളറിലോട്ട് വരുള്ളൂ. അങ്ങനെ പിന്നെ ഉള്ളിൽ കട്ട് ചെയ്ത ഭാഗമായതുകൊണ്ട് അവിടെ നമ്മൾ ചെറിയൊരു മഞ്ഞ, അതായത് ലൈറ്റ് മഞ്ഞായിട്ട് മുറിച്ച ഭാഗമില്ല, അതിന് ആ കളറാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ പഴത്തിൻ്റെ പണി. ഇവിടെ ഇതിനും ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പുതിയ വീഡിയോയുമായി വരാം. താങ്ക് യു.